അപ്പോൾ ഇന്ന് ക്യാപ്റ്റൻസി നോമിനേഷനും ജയിൽ നോമിനേഷനും വീട്ടിൽ നടന്നിരിക്കുകയാണ്. ഫ്രൈഡേ എപ്പിസോഡാണ്. മെയിൻ കണ്ടന്റ് അത് തന്നെ ആയിരിക്കും. ഇത് രണ്ടാണ് മെയിൻ നടന്നത്. അനീഷും ലക്ഷ്മിയാണ് ജയിലിലേക്ക് പോയത്. അനുമോളും ആര്യനും അതുപോലെ തന്നെ സാബുമാനുമാണ് നമ്മുടെ ക്യാപ്റ്റൻസിയിലോട്ട് പോയത്. നാളെ ലാലേട്ടൻ്റെ എപ്പിസോഡാണ്. അതിന്റെ ഷൂട്ട് ഇന്ന് കഴിഞ്ഞിട്ടുമുണ്ട്. സോ എന്താണ് ഇന്നത്തെ എപ്പിസോഡ് നടന്നത് നമുക്ക് ഡിസ്കസ് ചെയ്യാം, റിവ്യൂ ചെയ്യാം. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റ് ആയിട്ട് കമന്റ് ചെയ്യുക, ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഡയറക്റ്റ് റിവ്യൂയിലോട്ട് പോകാൻ വലിയ കണ്ടന്റ് ഉള്ള ഡേ ഒന്നും അല്ല. ക്യാപ്റ്റൻസി നോമിനേഷനും ജയിൽ നോമിനേഷനും നടന്നു, അത്ര തന്നെ. വേറെ വലുതായിട്ടുള്ള നോമിനേഷൻസ് ഒന്നും നടന്നിട്ടില്ല. ആൻഡ് എന്താണ് ഇന്നത്തെ എപ്പിസോഡ് നടന്നു നോക്കാം. ആദ്യം തന്നെ നമ്മുടെ ജിയോ ഹോട്ട്സ്റ്റാറിലെ പോളിംഗ് അനുസരിച്ച് നെവിനാണ് ഇന്ന് ഫുൾ ഡേ വെസൽ ക്ലീനിങ്ങിന്റെ ഡ്യൂട്ടി വന്നിരിക്കുന്ന നെവിനാണ്. അപ്പൊ നെവിന് അതിന് കുറച്ചൊന്ന് ഇളവിയിട്ടുണ്ട്. കാരണം ഒറ്റയ്ക്ക് നിന്ന് ഈ വെസൽ ക്ലീൻ ചെയ്യാന്ന് പറയുന്നത് ആർക്കായാലും ഒന്ന് ഫ്രസ്ട്രേഷൻ ആവും. അങ്ങനെ നെവിൻ ഇത്തിരി ദേഷ്യപ്പെട്ടാണ് അവിടെ നിൽക്കുന്നത്, ക്ലീൻ ചെയ്യുന്നത്. ആൻഡ് രാവിലെ തന്നെ മോർണിംഗ് ആക്ടിവിറ്റി വരികയാണ്. അതായത് മോർണിംഗ് ആക്ടിവിറ്റിയിൽ എല്ലാവരും ഓർക്കുന്ന ആളും ഓർക്കാത്ത ആളും ആരായിരിക്കും എന്നാണ്. അപ്പൊ ഓർക്കുന്ന ആളുകളെയും പറയുന്നുണ്ട്, ഓർക്കാത്ത ആളുകളെയും പറയുന്നുണ്ട്. അപ്പം ഇതിന്റെ പേരില് ബിന്നിയും ലക്ഷ്മിയൊക്കെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റില് ആദിലയ്ക്ക് നൂറയ്ക്ക് കൊള്ളുകയാണ്. അപ്പൊ അവര് പോയിട്ട് ആദില പറയുന്നുണ്ട് ഇതിന് ഞാൻ കൈ കിട്ടുമ്പോ കൊടുക്കും എന്നൊക്കെ ആദില അവിടെ പറയുന്നുണ്ട്. സോറി. ഇതിനുശേഷം ജയിൽ നോമിനേഷൻ വരികയാണ്. ജയിൽ നോമിനേഷനിൽ മെയിൻലി പറയുന്നത് രണ്ടുപേരുടെ പേരുകളാണ്. ഒന്ന് ലക്ഷ്മിയുടെയും ഒന്ന് അനീഷിന്റെയും പേരുകളാണ്. അനീഷിന്റെ പേര് എല്ലാരും പറയുന്ന ഒരേ കാര്യം, മാനിപ്പുലേറ്റർ, കോമണർ കാർഡ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എല്ലാവരും പറയുന്നത്. ഫേക്ക് ആണ് എന്നൊക്കെയാണ് എല്ലാവരും അനീഷിന്റെ കേസിൽ പറയുന്നത്. ലക്ഷ്മിയുടെ കേസിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കിച്ചന്റെ പേരിലാണ് ലക്ഷ്മിയുടെ കേസിൽ പറയുന്നത്. അല്ലെ, കിച്ചണിൽ ഫുഡ് ലേറ്റ് ആവുന്നു, ഫുഡിന്റെ പ്രശ്നം, ഇതൊക്കെ പറഞ്ഞാണ് മിക്കവരും ലക്ഷ്മിനെ നോമിനേറ്റ് ചെയ്യുന്നത്. ആൻഡ് അങ്ങനെ അവർ രണ്ടുപേരും നോമിനേറ്റഡ് ആവുകയാണ്. ഇതിനിടയ്ക്ക് ലക്ഷ്മി പോയിട്ട് നിലത്തിരുന്നൊക്കെ നോമിനേഷനിൽ വലിയ ഇതൊക്കെ കാണിക്കുന്നത്, ഷോ ഇറക്കുന്നു പറഞ്ഞാൽ നിലത്തിരുന്ന് നോമിനേഷൻ ചെയ്യുന്നൊക്കെയുണ്ട്. അക്ബറിനെയൊക്കെയാണ് നോമിനേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്താണ് അനീഷിനെ നോമിനേറ്റ് ചെയ്യുമ്പം എന്താണ് ഈ അനി എപ്പം അത് ഇതിൽ കാണിച്ചിരുന്നത്. പക്ഷെ ലൈവിലുണ്ടായിരുന്ന അനീഷിന്റെ പേര് ആര് പറഞ്ഞാലും ഉടനെ അനീഷ് അതിൽ കയറി ഇടപെട്ട് സീൻ അങ്ങ് എന്താണ് കിടന്ന് ബഹളം വയ്ക്കുക. അതൊക്കെ വെറും ബാഡ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആണ്. അതൊന്നും ഇന്ന് എപ്പിസോഡിൽ കാണിച്ചില്ല. നോമിനേഷൻ മാത്രമേ ഡയറക്ട്ലി കാണിച്ചിട്ടുള്ളൂ ബിഗ് ബോസ്. ആൻഡ് ഇതിനുശേഷം ലക്ഷ്മിയും അനുമോളും കൂടെ കിച്ചണിൽ ഒരു വഴക്ക് കിടക്കാൻ. അതായത് സാധാരണ അവരെല്ലാരും കണക്കിന് അരി കപ്പിൽ അളന്നിട്ടാണ് അരി ഇടുന്നത്, ചോറിനുള്ള അരി ഇടുന്നത്. അപ്പൊ ലക്ഷ്മി മനക്കണക്കെന്നും പറഞ്ഞ് ലക്ഷ്മി വാരിക്കോരി അരി ഇട്ടു. അപ്പൊ ഇത് അനുമോള് ചോദ്യം ചെയ്യാണ്. സത്യം പറഞ്ഞാൽ അത് തെറ്റാണ്. സാധാരണ ഈ അളവനുസരിച്ച് നമ്മൾ അരി, അത് വീട്ടിലായാലും എവിടെയായാലും അളവനുസരിച്ചിട്ട് നമ്മൾ അരി ഇടുള്ളൂ. നമുക്ക് മനക്കണക്കനുസരിച്ച് ആരെങ്കിലും അരി ഇടുമോ? കാരണം കൂടിയാലോ കുറഞ്ഞാലോ എന്ത് ചെയ്യും? അപ്പൊ അളവനുസരിച്ചാണ് ഇവർ അരി ഇടേണ്ടത്. അപ്പം ഇത് അനുമോള് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ അരി വാരിയിട്ട എങ്ങനെ ശരിയാവും? ഫ്രിഡ്ജിൽ 2-3 ദിവസം അരി ചോറ് ഇവിടെ ബാക്കി ഇരിപ്പുണ്ടെന്നൊക്കെ അനുമോള് ചോദ്യം ചെയ്യുമ്പോൾ ലക്ഷ്മി അതിനെ ഡിഫെൻഡ് ചെയ്യണം. ഞാൻ നോക്കിക്കോളാം, അത് തിളപ്പിച്ച് പിടിച്ച് കഴിക്കാം, പിന്നെ അതല്ലേ ഫ്രിഡ്ജിൽ ഇരിക്കുന്ന അരി എന്ന് പറഞ്ഞ് അവിടെ ആദ്യം ഒരു വഴക്കുണ്ടാവുകയാണ്. അങ്ങനെ ആ സീൻ വിട്ടു. ആൻഡ് ഇതിനുശേഷം ജയിലിലേക്ക് പോവാണ്. അനീഷും ലക്ഷ്മി ജയിലിലേക്ക് പോവാണ്. അനീഷ് പോകുന്നതിന് മുമ്പ് അനുമോളെ ചാച്ച, നൂറ ചാച്ച, ഷാനവാസെ ചാച്ച, അക്ബറെ ചാച്ച, എല്ലാവർക്കും ചാച്ചയും കൊടുത്താണ് എന്ത് പോകുന്നത്, അനീഷ് ജയിലിലേക്ക് പോവുകയാണ്. ചുമ്മാ ഷോ ഓഫ്, അത്ര തന്നെ. ലക്ഷ്മിയും പോകുന്നുണ്ട്. കയറി ഉടനെ ലക്ഷ്മി ചോദിക്കുന്നത് നിങ്ങൾ അർഹനാണോ ഈ ജയിൽ നോമിനേഷനിൽ? അപ്പം അനീഷ് പറയുന്നുണ്ട് ഞാൻ 2-3 ആഴ്ചയായിട്ട് കണ്ടിന്യൂസ്ലി വരണം, അപ്പൊ ഞാൻ അർഹനല്ല. അപ്പൊ ലക്ഷ്മി പറയാണ് ആ പാത്രം ചപ്പാത്തിയുടെ മാവ് തുറന്നിരുന്നതിലാണ് ഞാൻ അർഹയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടെന്ന് ലക്ഷ്മി പറയണം. ഇതിനുശേഷം ഇവർക്കുള്ള ക്യാപ്റ്റൻസി നോമിനേഷൻ ബിഗ് ബോസ് പറയണം. ഇവർ ജയിലിൽ കിടക്കുമ്പോൾ തന്നെ ക്യാപ്റ്റൻസി നോമിനേഷൻ പറയണം. ക്യാപ്റ്റൻസി നോമിനേഷനിൽ വന്നിട്ടുള്ളത് ആര്യനും അനുമോളും സാബുമാനാണ്. നോമിനേഷൻ കാണിച്ചിട്ടില്ല, അത് PB+-ലായിരിക്കും കാണിക്കുന്നത്. ഇതിനുശേഷം ജയിൽ ടാസ്ക് വരികയാണ്. ജയിൽ ടാസ്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ പേര് മറന്നു, മറ്റേ ഈ തുള്ളി മരുന്ന് തന്നെ ഒഴിക്കുന്ന ആതില്ല, അതിലിട്ട് ഡ്രോപ്പ് ചെയ്ത് കുപ്പി നിറച്ച് വെള്ളം ഒഴിക്കണം. ബക്കറ്റിലെ വെള്ളം കുപ്പിയിൽ ഒഴിക്കണം. അതായിരുന്നു ഇവർക്കുള്ള ക്യാപ്റ്റൻസി ടാസ്ക്. അത് പാടാണെങ്കിലും സ്പീഡ് അങ്ങ് ചെയ്താൽ പെട്ടെന്ന് തീരും. 11 കുപ്പി എന്തോ ഉണ്ടായിരുന്നു. ആൻഡ് ഇതിനുശേഷം അക്ബറും ഷാനവാസും ബിന്നിയും കൂടെ അവിടെ സംസാരിക്കുന്നത് വേറല്ല. ഈ ഷാനവാസ് ആണെങ്കിൽ ലൈവ് കണ്ടവർക്ക് മനസ്സിലാവും, ഷാനവാസ് ആണെങ്കിൽ പഴയ കാര്യങ്ങൾ എടുത്തിട്ട് അത് പിന്നെ റീക്രിയേറ്റ് ചെയ്ത് ഒരു റീടോക്ക് ചെയ്ത് ഒരു വല്ലാത്ത ബോറടിപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അത്
സത്യം പറഞ്ഞാൽ ഭയങ്കര ബോറിംഗ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം കഴിഞ്ഞ കാര്യങ്ങൾ അത് ഇന്നലെ സാബുമോനാണെങ്കിൽ കറക്റ്റ്ലി കാര്യം പറഞ്ഞതാണ്, ഇത് വിട്ടേക്കൂ, കഴിഞ്ഞ കാര്യങ്ങൾ വിട്ടേക്കും, പുതിയതായിട്ട് എന്തെങ്കിലും കണ്ടന്റ് ഫ്രഷ് ആയിട്ട് ചെയ്യൂ എന്ന് പറയുമ്പോൾ വലിയ ഷാനവാസ് ആണെങ്കിൽ കഴിഞ്ഞ കണ്ടന്റ് മൊത്തം എടുത്തിട്ട് അങ്ങ് മാങ്ങിയിട്ട് അതിട്ട് വലിച്ച് വീട്ടിൽ ഞാൻ വലിയ ആളാണെന്ന് പറഞ്ഞ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മറ്റേ അന്നത്തെ കഴിഞ്ഞ ജയിലിലെ മറ്റേ മാവേറിയലില്ല, ആ സംഭവം തന്നെയാണ് ഇട്ടിങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ടിരിക്കുന്നത്. ബിന്നി ഷാനവാസ് അവിടെ തമ്മിലൊരു വഴക്കൊക്കെ ഉണ്ടാവുന്നുണ്ട്, വഴക്കല്ല ഒരു വാക്കേച്ചൊക്കെ ഉണ്ടാവുന്നുണ്ട്. ആൻഡ് ഇതിന് ശേഷം ബെർജന്റെ ഒരു സ്പോൺസർ ടാസ്ക് വരുന്നുണ്ട്. ബെർജന്റെ സ്പോൺസർ ടാസ്കിൽ എന്താണ് അവിടെ അത് നടക്കുന്നുണ്ട്. ആൻഡ് ഇതിന് ശേഷം നമ്മുടെ ജയിൽ മോചനം നടക്കണം, അനീഷിനെയും ലക്ഷ്മിയെയും ജയിലിൽ നിന്ന് മോചിപ്പിക്കുകയാണ്. പക്ഷെ പ്രമോയില് നെവിനും അനീഷും തമ്മിലൊരു ക്യാമറ സ്പേസിൽ നിന്ന് ഫൈറ്റ് ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു BB+ലായിരിക്കും കാണിക്കുന്നത് കേട്ടോ. ഇതിനുശേഷം ഷാനവാസ് ആദിലെ ഒരു ടോക്ക് നടക്കുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നത് മറ്റേ മറ്റേ LGBTQ ഈ ലക്ഷ്മി ബിന്നിയും അവരെ പറ്റിയിട്ട് എന്തോ ഒരു ടോക്കാണ് അവിടെ നടക്കുന്നത്. LGBTQ അല്ല ലക്ഷ്മി, അതാണോന്ന് എനിക്ക് അങ്ങനെ തോന്നി. ലക്ഷ്മി ബിന്നിയാണ് മെയിൻ കണ്ടന്റ്. ആൻഡ് ഇതിനുശേഷം ലക്ഷ്മിയും അനുവും പിന്നെയും അടി ഉണ്ടാവുകയാണ്. അതായത് രാവിലത്തെ ചോറിന്റെ അടിയില്ലേ, ചോറിന്റെ പേരിലുള്ള അടി പിന്നെ അവിടെ ഉണ്ടാവുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് അനുമോളുടെ ഭാഗത്താണ് ന്യായം എന്ന് തോന്നുന്നു. വേറൊന്നും കൊണ്ടല്ല, അനുമോള് പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മൾ അളവനുസരിച്ചല്ലേ ചോറിടാൻ പറ്റുള്ളൂ, മനക്കണക്കനുസരിച്ച് ചോറിടേണ്ട കാര്യം എന്താണ്. അപ്പൊ അനുമോൾ അവിടെ വൃത്തി സംസാരിക്കുന്നുണ്ട്, വൃത്തി കൊടുക്കുന്നുണ്ട്. പക്ഷെ അനുമോള് പറഞ്ഞ ഭാഗത്തിലെ ന്യായം, കാരണം ബിന്നിയും പറഞ്ഞ് നമ്മളെല്ലാരും കപ്പിന്റെ അളവനുസരിച്ചാണ് അരി ഇടുന്നത്. അപ്പൊ അതിനനുസരിച്ച് 5 കപ്പ് അരിയാണ് ഇടുന്നത്. അപ്പൊ അതാകുമ്പോ ചോറ് കുറച്ച് ബാക്കി, എന്നാലും കുറച്ച് ബാക്കി എല്ലാവർക്കും തികയും ചെയ്യും, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരും. അപ്പൊ ഇത് പറയുമ്പോൾ ലക്ഷ്മിക്ക് പിടിക്കുന്നത്, ലക്ഷ്മി അതിനെ അഗെയിൻസ്റ്റ് ആയിട്ട് മാനിപ്പുലേറ്റ് ചെയ്തൊക്കെ കൊണ്ടുപോകുന്നുണ്ട്, ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ ലക്ഷ്മിക്ക് പിടിക്കാൻ പറ്റില്ല. ആദ്യം ചോദിച്ചു, നിങ്ങൾ ഇത്ര ബാക്കി തന്ന ചോറൊക്കെ എന്തോന്ന് ചെയ്യും? അതെടുത്ത് ഫ്രിഡ്ജിൽ വെക്കും, ഫ്രിഡ്ജ് എന്താ ഇത്ര ചോറ് വെക്കാനുള്ള സ്ഥലമുണ്ടോ ഫ്രിഡ്ജിനകത്ത്? അങ്ങനെ വെച്ചാൽ അത് പിന്നെ എടുത്ത് കളയേണ്ടേ വരുള്ളൂ. ഇവര് അത് ആ തലേന്നത്തേക്ക് ചോറ് ഇപ്പോഴും ഫ്രിഡ്ജിൽ ഇരിക്കണത് തിളപ്പിച്ച് പഠിച്ചതുമില്ല. അപ്പൊ അതൊക്കെ ചീത്തയായി പോവുകയല്ലേ ഉള്ളൂ. അപ്പം ഇതൊന്നും ഇതിൽ ശരിക്കും പറഞ്ഞ അനുമോള് പറഞ്ഞ കാര്യത്തിലാണ് കാര്യം. കാരണം അതിന് അളവനുസരിച്ച് ചോറിടാതെ ഇങ്ങനെ ഇട്ടാൽ ബാക്കി ഒരുപാട് ബാക്കി വരില്ലേ. പോരാത്തിന് വൈകിട്ട് ഇവർക്ക് ഇതല്ലേ കാപ്പിയിൽ ഇവർ ഉണ്ടാക്കുന്നത്. അപ്പൊ അത് അവിടെ കഴിഞ്ഞു. എന്നിട്ട് ഇതിനു ശേഷം നെവിന്റെ വെസൽ ക്ലീനിങ് അവിടെ തീരുകയാണ്. ഇനി ഇവിടെ നെവിനും അനീഷും തമ്മിലുള്ള ഫൈറ്റ് ആണ്. നെവിന്റെ വെസൽ ക്ലീനിങ്ങിന്റെ ടൈം ബസർ അടിച്ചുകൂടെ കഴിഞ്ഞു. അപ്പോഴേക്ക് ലൈറ്റ്സ് ഓഫ് ആയി. അപ്പൊ എന്ത് ചെയ്യാണ് നെവിൻ എന്ത് ചെയ്തു, നെവിന് കുറച്ച് പാത്രമേ ഉള്ളൂ. അപ്പം നെവിന്റെ ടൈം കഴിഞ്ഞല്ലോ. അപ്പൊ നെവിൻ എന്ത് ചെയ്തു, അനീഷിനെ അക്ബറിനെ വിളിക്കണം. അപ്പൊ അക്ബർ പറയുന്നുണ്ട്, ഞാനിപ്പോ കുളിച്ചിട്ട് വന്നേ ഉള്ളൂ, നീ അവിടെ വെച്ചേക്ക്, ഞാൻ പോയി ക്ലീൻ ചെയ്യാം. അനീഷിനെ വിളിച്ച് പറയുന്നുണ്ട്. ആൻഡ് രാത്രി നെവിൻ കുളിച്ചിട്ട് വന്നപ്പം ഇനി ഉള്ള പാത്രം ഞാൻ ക്ലീൻ ചെയ്യില്ല, അത് നെവിന്റെ ഡ്യൂട്ടി ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ശരിക്കും അവിടെ പറഞ്ഞ അനീഷ് അവിടെ ഒരു റോള് കളിക്കാൻ നോക്കിയതാണ്. അതായത് ഇനി ക്ലീൻ ചെയ്യൂലെന്ന് പറഞ്ഞു, ഇനി ക്ലീൻ ചെയ്യില്ലെന്ന് പറഞ്ഞത്. അപ്പം ഇതിപ്പം ബിഗ് ബോസ് കൊടുത്ത ടാസ്ക് ആണ് നെവിൻ. അപ്പൊ നെവിനാണെങ്കിൽ ഇന്ന് ഫുൾ ഡേ നിന്ന് ക്ലീൻ ചെയ്യാൻ വെസൽ ക്ലീനിങ് നെവിൻ ഒറ്റയ്ക്കാണ് നെവിൻ ചെയ്തത്. അപ്പം ബാക്കി ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്ന ടൈം വരെ നെവിൻ ക്ലീൻ ചെയ്താൽ പോലെ, ബാക്കി നെവിന് വേണമെങ്കിൽ ബാക്കി ക്ലീൻ ചെയ്യാം. പക്ഷെ നെവിൻ പിന്നെയും ക്ലീൻ ചെയ്തു എന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനെ വരുമ്പം അനീഷിന് ബാക്കി ക്ലീൻ ചെയ്യുന്ന ഉത്തരവാദിത്തം അനീഷിന് അല്ലെങ്കിൽ അക്ബറിന് ആ വെസൽ ടീമിലുള്ള ആർക്കും ഉണ്ട്. അപ്പം ഇതെന്ത് ചെയ്തു, ഇത് നെവിൻ അനീഷ് ഇത് പറഞ്ഞിട്ട് നെവിൻ പോയിട്ട് നമ്മുടെ ആദിലയുടെ ക്യാപ്റ്റനോട് പറഞ്ഞു. അപ്പം ആദിലെ വിളിച്ച് സംസാരിക്കുകയാണ്. അപ്പൊ ആദിലെ വിളിച്ച് സംസാരിക്കുമ്പോൾ ആദിലെ സംസാരിക്കാൻ വിടാതെ അനീഷ് ഇത് സംസാരിക്കുകയാണ്. അതായത് നെവിനയുടെ ജോലി ചെയ്തില്ല, ഭയങ്കര ലാഗായിട്ടാണ് ജോലി ആ വെസൽ ക്ലീനിങ് ചെയ്തതെന്നും പറഞ്ഞ് അനീഷ് അവിടെ മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പം ആദ്യം സംസാരിക്കും, നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഒറ്റയ്ക്ക് സംസാരിക്കണ പോയി പുല്ലിനോട് സംസാരിക്കുക, അല്ലെങ്കിൽ പിന്നെ സംസാരിക്കലെന്ന് ആദില് പറയുമ്പോൾ മിണ്ടാതിരിക്കണം. എന്നിട്ട് ഇതിൽ ട്രിഗറായി, അതായത് അനീഷിനെ അവിടെ നിലനിൽപ്പില്ല, നിക്കക്കള്ളി ഇല്ലാതെ അനീഷ് പോയിട്ട് ഞാൻ തന്നെ പാത്രം ക്ലീൻ ചെയ്യാം എന്നും പറഞ്ഞുകൊണ്ട് നേരെ പോയിട്ട് വെസൽ ക്ലീനിങ്ങിന് പോയി വെസൽ ക്ലീൻ ചെയ്യാം. വെസൽ ക്ലീൻ ചെയ്ത് ഓരോന്ന് അക്ബർ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം അനീഷ് മിണ്ടാതെ വെസൽ അങ്ങ് ക്ലീൻ ചെയ്ത് വെക്കുക. ആൻഡ് ഇതിനു ശേഷം ബിന്നിയും ആദിലയും നൂറയും തമ്മിലൊരു ടോക്കാണ്. അതായത് രാവിലത്തെ ആ ക്യാപ്റ്റൻസിനെ പറ്റിയിട്ടാണ് ടോക്ക്. പക്ഷെ ഞാൻ നേരെ എങ്ങോട്ട് വരുന്നുണ്ട്, LGBTQ അതിൽ കമ്മ്യൂണിറ്റിയിൽ നോർമലൈസേഷനിലൊക്കെ കാര്യങ്ങൾ എത്തുന്നുണ്ട്. അപ്പൊ ഇവിടെയാണ് എപ്പിസോഡ് എൻഡ് ചെയ്യുന്നത്. വേറെ പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നും ഇല്ല. മറ്റേ ആ ഫൈറ്റ് ഒക്കെ എനിക്കൊന്ന് BB+ലായിരിക്കും കാണിക്കുന്നത്. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ എപ്പിസോഡ് കാണിച്ചത്. കഴിഞ്ഞ 2 ദിവസമായിട്ട് വലിയ കണ്ടന്റ് ഒന്നും ഇല്ലാണ്ട്, പക്ഷെ ആ ഒരു ക്യാപ്റ്റൻസി മറ്റേ എൻഡ്യൂറൻസ് ടാസ്ക് പോലെ ആ ഒരു ഫാക്ട് മറ്റേ സൈക്കിൾ ചവിട്ടുന്ന ടാസ്ക് ഒന്ന് കണ്ടിന്യൂ ചെയ്തിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് ഫീൽ ചെയ്തു. പക്ഷെ ആ ഒരു വെനസ്ഡേയിലെ ആ ഒരു ടാസ്ക്, വെനസ്ഡേയിലല്ലോ ഇന്നലെ അല്ലേ,
അല്ല വെനസ്ഡേയിൽ ആ ഒരു ടാസ്ക് ഉണ്ടല്ലോ നമ്മുടെ ആര്യന്റെ, അതൊരു അടിപൊളി ടാസ്ക് ആയിരുന്നു. പ്രേക്ഷകർക്ക് എല്ലാം ആ ടാസ്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ആര്യനും അക്ബറൊക്കെ കുറച്ച് പോസിറ്റീവ് ലെവലിലോട്ട് വന്നിട്ടുണ്ട്. ആൻഡ് ഷാനവാസും അനീഷ് നെഗറ്റീവ് ലെവലിലോട്ട് പോയിട്ടുണ്ട്. അപ്പം ഇതെല്ലാം ലാലേട്ടൻ നാളെ ചോദിക്കും. പ്രത്യേകിച്ച് മിക്കവാറും ഷാനവാസിന്റെ വൃത്തി കൊടുക്കും. കാരണം ആര്യനെ ഫിസിക്കൽ അസോൾട്ട് ചെയ്തിട്ടുണ്ട്. ശരിക്കും അത് ഫിസിക്കൽ അസോൾട്ടിന്റെ മാതൃക തന്നെയാണ്. കാരണം പിടിച്ചു തള്ളുക എന്ന് വെച്ചാൽ അത് ഫിസിക്കൽ അസോൾട്ട് തന്നെയാണ്. അപ്പൊ അതെന്തായാലും ലാലേട്ടൻ ചോദിക്കും. കാരണം എല്ലാരും പറയുന്നുണ്ട് ഇത് ഷാനവാസ് ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യമായിട്ട് ഇങ്ങനെ ഫിസിക്കൽ അസോൾട്ട് ചെയ്യുകയാണ്. ആദിലേനെ അടിച്ചു, ഇപ്പൊ ആര്യനെ പിടിച്ചു തള്ളി, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ആര്യനെ പിടിച്ചു തള്ളി, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇതിന് മുമ്പും ഇങ്ങനെ അഗ്രഷൻ ഉണ്ടായിട്ടുണ്ട്. അക്ബറിനൊക്കെ പിടിച്ചു തള്ളാൻ പോയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഫിസിക്കൽ അസോൾട്ട് തന്നെയാണ്. അപ്പൊ അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് ആക്ഷൻ വേണമെന്ന് പറയുന്നുണ്ട്. ആക്ഷൻ എടുക്കുമെന്ന് അറിയില്ല. ആൻഡ് പിന്നീട് നമ്മുടെ ഈ ടാസ്ക് കൊളവാക്കാൻ നോക്കിയത് അതിനും ഷാനവാസിന് വൃത്തി കിട്ടും. ലാലേട്ടനല്ലേ വൃത്തി ചിരിച്ചു തള്ളാമെന്ന് എനിക്ക് അറിയില്ല. പിന്നെ നമ്മുടെ മറ്റേ ടാസ്ക് ഒക്കെ ചോദിക്കും. നമ്മുടെ എന്റെ പേരെന്താ, നമ്മുടെ ഡാൻസിന്റെ ടാസ്കും കാര്യങ്ങളൊക്കെ ചോദിക്കും. പിന്നെ വലിയ ഫൈറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് മിക്കവാറും സൺഡേ എപ്പിസോഡിൽ ഇതൊക്കെ ആയിരിക്കും. വല്ല ടാസ്കോ ഗെയിമോ കൊടുത്തിട്ട് ക്യാപ്റ്റൻസി ടാസ്കോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും സൺഡേ എപ്പിസോഡിൽ വരുന്നത്. നമുക്ക് നോക്കാം എന്തായിരിക്കും ലാലേട്ടൻ ചോദിക്കാൻ പോകുന്ന അവരോട്. ആൻഡ് എന്തൊക്കെയായിരിക്കും ലാലേട്ടന്റെ ആ ഒരു എന്താ പറയാ, ആരായിരിക്കും എവിക്റ്റ് ആയി പോകുന്നത് ഈ ആഴ്ച, ആരായിരിക്കും എവിക്റ്റ് ആയി പോകുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. സോ ഇന്നത്തെ റിവ്യൂ ഇത്രയേ ഉള്ളൂ. അപ്പം വീഡിയോ കാണുന്ന എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. അപ്പം ബൈ ബൈ ആൻഡ് താങ്ക് യു.